യെസ്, ബ്ലോക്ക് പ്രിന്റ്. പക്ഷെ ആ ബ്ലോക്ക് പ്രിന്റിൽ ഒരു ചെറിയ വേരിയേഷനും കൂടെ വന്നിട്ടുണ്ട്. സാധാരണ ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്ന ഫാബ്രിക് ഏതാ? കാഷ്വൽ കോട്ടൺ അല്ലേ എപ്പോഴും നമ്മള് ബ്ലോക്ക് പ്രിന്റ് അല്ലെങ്കിൽ കാഷ്വൽ കോട്ടൺ എന്ന് പറയുമ്പോൾ ഇതൊരു സ്ക്രീൻ പ്രിന്റഡ് ആണ്. കോട്ടൺസ് എപ്പോഴും ഭയങ്കര സ്റ്റൈലിംഗ് സാധനമാണ്, പിന്നെ ഒരു മോഡൽ പറയും. യെസ്. പക്ഷെ ഇതൊന്നും അല്ലാത്ത ഒരു സ്റ്റൈൽ. രണ്ട് ഡിഫറെന്റ് ഫാബ്രിക്കിൽ ഇതിന്റെ കൂടുതൽ കളക്ഷൻസ് ഉണ്ടാവും. നമുക്കിപ്പം ജസ്റ്റ് മൂന്നെണ്ണം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ന്യൂ അറൈവൽ വന്നിട്ടുള്ള ന്യൂ സ്റ്റൈല് നമുക്കൊന്ന് കാണാം. ഇത് ഓർഗൻസ ഫാബ്രിക്, വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്. ഇതോ ചിനോണിൻ്റെ അകത്താണ് നെക്സ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത്. ആ ഒരു ഹോൾ ലുക്ക് അപ്ഗ്രേഡഡ് ആയി എന്നുള്ളൊരു ഫീലാണ് എനിക്കത് കണ്ടപ്പോൾ തന്നെ തോന്നുന്നത്. യെസ്, ചിനോൺ ഫാബ്രിക്കിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി, അതും കൊൽക്കത്ത ബേസ്ഡ് ആർട്ടിഷ്യൻസിൻ്റെ ബ്യൂട്ടിഫുൾ വർക്ക്, ഫ്രഞ്ച് നോട്ട് അല്ലേ? അതെ, ആ ഒരു ഇൻട്രിക്കേറ്റ് വർക്ക് നമുക്ക് എപ്പോഴും ഇത്രയും എഫേർട്ട്ലെസ് ആയിട്ടുള്ള ഒരു ഫീലും ഇത്രയും നീറ്റായിട്ടും വരുന്നത് എപ്പോഴും ആ ഒരു കൊൽക്കത്തയുടെ വർക്കിൻ്റെ അകത്ത് നിന്ന് തന്നെയാണത്. അതും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഡസ്റ്റി ഡാക്ക ചാർട്ട്. അതെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു ബ്ലോക്ക് പ്രിന്റിന്റെ ഡിസൈൻ ആണെങ്കിൽ പോലും അത്രയും കോമൺ ആയിട്ടുള്ളൊരു പ്രിന്റ് പാറ്റേൺ അല്ല. യോക്ക് പോർഷനിൽ മൾട്ടി കളേഴ്സ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ആൻഡ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ദുപ്പട്ട, ബോട്ടവും അതുപോലെ തന്നെ പ്രിന്റഡ് ആണ്. ഒരു സറ്റൂൺ ഫാബ്രിക്കിനെ ബ്ലോക്ക് പ്രിന്റ് ചെയ്തേക്കുന്ന കാരണം ഒരു ഇച്ചിരിയും കൂടെ സ്റ്റിഫായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. JVR എന്ന കോഡിലാണ് വന്നേക്കുന്നത്. 4999 പ്രൈസ് റേഞ്ചിലാണ് ഈ കളക്ഷൻസ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. ഫുൾ ഹാൻഡ് വർക്കും ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും കൂടെ ഉള്ള കോമ്പിനേഷനാണ് കേട്ടോ. കണ്ടോ, നല്ല രസമുള്ള ഒരു ക്ലാസി എലിഗന്റ് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ആയിട്ട് ആ ഒരു ദുപ്പട്ട വന്നേക്കുന്നതും ബോട്ടത്തിൻ്റെയും പ്രിന്റ്, ടോപ്പിൻ്റെയും പ്രിന്റ് വന്നിട്ടുണ്ട്. ആൻഡ് ടോപ്പിൽ ദുപ്പട്ടയിലും ചിനോൺ ഫാബ്രിക് തന്നെയാണ് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്തും ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ട് ടോപ്പിൽ വന്നേക്കുന്ന പോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ടുള്ള ബൂട്ടാസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും നമ്മൾ ചിനോൺ ഫാബ്രിക്കിലാകണ്ടേ. ഇനി ഞാൻ ആ ഓർഗൻസയും കൂടെ കാണിച്ചു കൊടുക്കട്ടെ. ഓർഗൻസ വന്നേക്കുന്നത് ഫുള്ളായിട്ട് ഓർഗൻസ ഫാബ്രിക്കിന്, വിസ്കോസ് ഓർഗൻസ ഫാബ്രിക്കിനകത്ത് യോക്ക് പോർഷനകത്ത് ഉണ്ടോ, ഭയങ്കര ഭംഗിയുണ്ട്. നല്ലൊരു തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ മേപ്പിൾ ലീഫിൻ്റെ പ്രിൻ്റാണ് ഫുള്ളായിട്ട് കൊടുത്തേക്കുന്നത്. ആൻഡ് യോക്ക് പോർഷൻ നമ്മൾ പ്ലെയിൻ ആയിട്ട് കൊടുത്തേക്കാണ്. ആ വർക്കിൻ്റെ കളർ പാലറ്റ് വെച്ച് അതിനെ ഹൈലൈറ്റ് ചെയ്തേക്കാണ്. ഒരു നെക്ക് ലൈൻ വർക്കും ആൻഡ് യോക്ക് ഡീറ്റെയിലിങ്ങുമായിട്ടാണ് അതിൻ്റെ വർക്ക് വന്നേക്കുന്നത്. ആൻഡ് ബോട്ടം വന്നേക്കുന്നതും ഒരു എന്തുവാ സറ്റൂണിൽ തന്നെ അതായത് നമ്മുടെ ഷിബോരി ഒക്കെ ചെയ്യുമ്പോൾ വരുന്ന പോലത്തെ ഒരു പ്രിന്റ്, ടെക്സ്ചർ പ്രിന്റിങ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലും സ്കാറ്റേഡ് ആണ്. എൻഡ് പോർഷൻ കണ്ടോ, എല്ലാ മുന്നത്തെ ദുപ്പട്ടയിലും അതുപോലെ തന്നെ ആ എൻഡ് പോർഷനിൽ ഭയങ്കര രസമായിട്ടുള്ള ഹെവി വർക്ക്. ഇപ്പം ഈദൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ തട്ട ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യല്ലേ, അപ്പൊ അന്നേരം ആ വർക്കൊക്കെ നല്ല ഹൈലൈറ്റ് പള്ളിയിൽ തലയിലിടുവാണെങ്കിലും ഒക്കെ ഈവൻ 1 ലെയർ ഇട്ടിട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോഴും ആ മുന്താണി നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ 3 കളക്ഷൻസ് ആണ് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പുതിയതായിട്ട് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ചെയ്തേക്കുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും ചിനോൺ ഫാബ്രിക്കും ഓർഗൻസ ഫാബ്രിക്കും വിത്ത് ട്രഡീഷണൽ embroidery from Kolkata. Check it out in our website www.aham.store. 4999 ആണ് പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. JVR 112 തൊട്ട് 114 വരെയുള്ള കോഡിൽ. മാം, യെസ്, കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമ്മർ വെയർ അല്ലേ? അതെ. ഇത്രയും നാളും നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ഒരു കൺസേൺ പറയാറുണ്ടായിരുന്നു, യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ എടുക്കാറില്ലെന്ന്. ഇപ്പൊ എന്ത് തോന്നുന്നു? യങ്സ്റ്റേഴ്സിന് പറ്റിയ ആണോ? അതെ, കളക്ഷനാണ്. കണക്ഷനാണ്. ഇഷ്ടപ്പെട്ടോ? സമയത്തൊക്കെ ഇടാനൊക്കെ ഭയങ്കര നല്ലതല്ലേ? അപ്പം മറ്റേ സൗത്ത് കോട്ടൺ ഫാബ്രിക്കിനകത്ത് ഡിഫറെൻറ്റ് വീവിങ് പാറ്റേണിനകത്ത് നമ്മുടെ ഒറിജിനൽ മിറേഴ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ്. ഈ സ്പെഗറ്റി സ്ട്രാപ്സ് ഞാൻ വെയർ ചെയ്യാറില്ല പൊതുവെ, അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രേപ്പ് ചെയ്തും കാണിക്കാത്തതും. ബ്യൂട്ടിഫുൾ, അതായത് ഇവരിട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അതിനൊരു ഭംഗി ഭയങ്കര രസമായിട്ടുണ്ട്. ഈവൻ യങ്സ്റ്റേഴ്സ് എന്നുള്ളതല്ല, എല്ലാ സൈസസിലും നമുക്ക് അവൈലബിൾ ആണ്. സ്പെഗറ്റി സ്ട്രാപ്സ് വെയർ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്.
ഫുള്ളായിട്ട് കാന്ത ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള ഒരു ഫാബ്രിക്, അതുപോലെ തന്നെ ഇക്കത്ത് വീവിംഗ് പാറ്റേൺ വന്നേക്കുന്നത്. ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് വീവിംഗ് സ്റ്റൈൽസിലാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഇപ്പം ഷിഹാന ഇട്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് സ്ട്രാപ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീനെക്ക് പാറ്റേൺ, അതിനകത്ത് മിറേഴ്സ് കൊടുത്തിട്ടാണ് അതിനെ ഫിനിഷ് ചെയ്തേക്കുന്നത്. ഒരു ചെസ്റ്റ് പോർഷൻ്റെ അവിടെ ഒരു സൈഡ് ഡാർട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം കളർ മെറ്റീരിയൽ തന്നെയുള്ള ബോട്ടമാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബാക്ക് വ്യൂ ആണെങ്കിലും അതേപോലെ, ഇതിപ്പം ഇവരൊരു ഇച്ചിരി ടൈറ്റൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഇത് വന്നേക്കുന്നത്. ആൻഡ് ഇവിടെ സുഗിത വെയർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഗ്യാദർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള പാറ്റേൺ സ്റ്റൈലാണ് അല്ലേ, ഗ്യാദർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള പാറ്റേൺ സ്റ്റൈലാണ്. അപ്പം നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ലുക്കിൽ വേണമെങ്കിലും ഗ്യാതേർഡ് ലുക്കിൽ വേണമെങ്കിലും ഒക്കെ വെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിൻ്റെ ഫോട്ടോസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ കളക്ഷൻ കണ്ട് പോകാം. ഇതെല്ലാം തന്നെ ഭയങ്കര രസമാട്ടോ കാണാനായിട്ട്. ഇപ്പം ഷിഹാന ഇട്ടിരിക്കുന്നതിൻ്റെ സെയിം പാറ്റേണിൻ്റെ തന്നെ യെല്ലോ ഷെയ്ഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. യെല്ലോയ്ക്കകത്ത് ഇതിപ്പം എക്സൽ പാറ്റേൺ ആണ്, അതായത് എൻ്റെ ഏകദേശം ബോഡി ഫിറ്റിംഗ് സൈസിൽ വന്നേക്കുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഇപ്പം ഒരു ബീച്ച് വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാനും നല്ല രസമാണ്. പെട്ടെന്ന് ഞാൻ ഈ കക്ക കണ്ടപ്പോഴത്തേക്കുമാണ് അല്ലേ, ഷെല്ല് കണ്ടപ്പോഴല്ലേ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇത് വന്നേക്കുന്നത്. അതിലും ആ ഗ്രീൻ ടു ഗ്രീൻ ആണ്. ആൻഡ് അതിലും മിറർ വർക്ക്സ് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1859 ആണ്. മീഡിയം മുതൽ എക്സൽ വരെയുള്ള സൈസസിൽ ഇത് അവൈലബിൾ ആണ്. ഇത്രയും കളക്ഷൻസ് മാത്രമല്ല, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫോട്ടോസും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ബോട്ടം വന്നേക്കുന്നത് ഫ്രണ്ട് ബാൻഡും ബാക്ക് ഇലാസ്റ്റിക് വിത്ത് ഡോറിയാണെന്ന് തോന്നുന്നു അല്ലേ? ഡോറി ഉണ്ടോ? യെസ്, ഫ്രണ്ട് ബാൻഡും ബാക്ക് ഇലാസ്റ്റിക്കും പിന്നെ ഡോറി ഫിനിഷിങ്ങുമായിട്ടാണ് അതിൻ്റെ ഇത് വന്നേക്കുന്നത്. അപ്പം ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഈ ഒരു സമ്മർ ടൈമിൽ നിങ്ങൾ ട്രിപ്പിനൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് സ്നിക്കേഴ്സിൻ്റെ കൂടെ ഇടാനാണെങ്കിലും, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫുഡ്സിൻ്റെ കൂടെ, ഫ്ലാറ്റ് വെയർസിൻ്റെ കൂടെ, ഫ്ലാറ്റ് സാൻഡൽസിൻ്റെ ഒക്കെ കൂടെ ഇട്ടാലും നല്ലതാണ്. സിൽവർ ജ്വല്ലറീസിൻ്റെ കൂടെ പെയർ ചെയ്യാം. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ക്യാരി ചെയ്യാൻ അറിയാവുന്നവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഇവരുടെയൊക്കെ മുഖത്ത് പ്രത്യേക സന്തോഷം തന്നെയുണ്ട്. സാധാരണ ഇവരെപ്പോഴും പറയായിരുന്നു ഇച്ചിരി ഒരു അമ്മ ടേസ്റ്റ് ആണല്ലേ. നോർമൽ കുർത്തീസ് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഒരേപോലെ വെയർ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു ടൈപ്പ് പ്രിഫറൻസ് ഉള്ളവർക്ക് വെയർ ചെയ്യാവുന്ന നല്ല കംഫർട്ടബിൾ ആണ്. ഇതിപ്പം മീഡിയത്തിൻ്റെയാണ്. മീഡിയത്തിൻ്റെ പാൻസ് അത്യാവശ്യം നല്ല ഫ്ലെയറോട് കൂടിയിട്ടാട്ടോ വന്നേക്കുന്നത്. കണ്ടോ, പാരലൽ പാൻറ് പോലത്തെ കംഫോർട്ട് സോണിലാണ് അതിന് ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഗ്രീൻ ഉണ്ട്, ബ്ലാക്കിൽ തന്നെ 2 ഡിസൈൻസ് അവൈലബിൾ ആണ്. ആൻഡ് ഇത് വന്നേക്കുന്നത് ഇതിനകത്ത് എല്ലാം വീവിങ് പാറ്റേൺസ് ഉണ്ട് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ള ഇപ്പം സുഗിത വെയർ ചെയ്തേക്കുന്നതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡാന്ന് തോന്നുന്നു അല്ലേ? ഇതില് ഡിഫറെന്റ് ആയിട്ടുള്ള നോട്ടാ, ഷോൾഡർ നോട്ടിലാണ് വന്നേക്കുന്നത്. ഇത് ഗ്യാതറിങ് പാറ്റേണിലാണ് വന്നേക്കുന്നത്. അപ്പം ഓരോന്നിനും ഡിഫറെൻറ്റ് ലുക്സ് ആണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം എല്ലാം ഡീറ്റെയിൽസ് ഫ്രണ്ടും ബാക്കിൻ്റെയും ഫോട്ടോസ് എല്ലാം തന്നെ വെബ്സൈറ്റിലുണ്ടാവും. ഇതിങ്ങനെയാണ് എൻ്റെ ലുക്ക് വരുന്നത്. അപ്പം ഫ്രണ്ടിൽ ഒരു ചെറിയ ഗ്യാദറോട് കൂടി വെയർ ചെയ്യണമെങ്കിലും, അല്ല ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വെയർ ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ഇത് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പിൻ്റെ ഇന്നേഴ്സ് വെയർ ചെയ്യാം, അല്ലെങ്കിൽ ട്യൂബ് ടൈപ്പ് വെയർ ചെയ്താലും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സ്റ്റൈലിങ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് കാണണമെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യണം. ഇതുപോലത്തെ യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ കളക്ഷൻസ് കൂടുതലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ. സ്ലിറ്റഡ് പാറ്റേണിലും ഉള്ളതുണ്ട്, വിത്തൗട്ട് സ്ലിറ്റ് പാറ്റേണിലും വന്നിട്ടുള്ളത് പാറ്റേൺ ആണ്. സുഗിത വെയർ ചെയ്തേക്കുന്നത് ഇല്ല, സ്ലിറ്റ് ഇല്ലാത്തത്. പോക്കറ്റ്സും വരുന്നുണ്ട്. അതൊക്കെ നേരത്തെ പറയണ്ടേ, നമ്മുടെ വ്യൂവേഴ്സ് മൊത്തം നേരം കാണിയല്ല, അപ്പം പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം മിറർ വർക്ക് ഉള്ളതുണ്ട്, ചെറിയ മിറേഴ്സും അതുപോലെ തന്നെ വലിയ മിറേഴ്സ് ഉള്ളതും കുഞ്ഞു മിറേഴ്സ് ഉള്ളതുമായിട്ടുള്ള ഡിഫറെൻറ്റ് പാറ്റേൺസ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് നമ്മുടെ വെബ്സൈറ്റിലുണ്ടായിരിക്കും. www.aham.store എന്നാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരുന്നത്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1859. യെസ്, 1859. ചെക്ക് ഇറ്റ് ഔട്ട്. ചന്തേരി ഫിനിഷിൽ വന്നിട്ടുള്ള കുറച്ച് സാരി കളക്ഷൻ കാണാം. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബ്ലാക്കും ബേജും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്നൊരു കളർ ഷെയ്ഡാണ്. ആൻഡ് ഈ ബോർഡർ കാണുമ്പോൾ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ബനാറസി വീവിങ്ങിലാണ് ബോർഡർ വന്നിട്ടുള്ളത്. പക്ഷെ ബോഡിയിൽ നമുക്കൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു പ്രിൻ്റ് ഡീറ്റെയിലിംഗ് ആണ് വന്നിട്ടുള്ളത്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിൽ ഒരു സിൽവർ സാരി വീവിങ് വരുന്നുണ്ട്. ആൻഡ് ബ്ലൗസ് പീസ് വരുന്നതും ഒരു പ്രിൻ്റ് ഡീറ്റെയിലിങ്ങിലാണ്, ഒരു ഫ്ലോറൽ പ്രിൻ്റ് ഡീറ്റെയിലിങ്ങിലാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ബോർഡറിലായിട്ട് ഒരു സ്ലീവ്സിൻ്റെ എൻഡിലായിട്ട് നമുക്കൊരു ബോർഡർ വെക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ബ്ലൂ ആൻഡ് ബർഗണ്ടി ഷെയ്ഡാണ്. പല്ലു കുറച്ചൊന്ന് കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാനൊക്കെ
പറ്റുന്നൊരു കൈൻഡ് ഓഫ് സാരിയാണ്. ആൻഡ് പ്ലീറ്റ് എടുത്ത് ഉടുക്കുമ്പോഴും കുറച്ചൊന്ന് കംഫർട്ടായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും നമുക്ക് ഇപ്പം വെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബർഗണ്ടി ഷെയ്ഡിലാണ്. ഇതിൽ എല്ലാത്തിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രിന്റ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സെയിം ആയിട്ട് വന്നിട്ടുള്ള ഒരു സെൽഫ് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത്. ദിസ് ഈസ് ദ ലുക്ക്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഒരു മഡ് ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്ന ഷെയ്ഡ്സാണ് എല്ലാം. അതിൻ്റെ ഒരു ബ്ലാക്കും കൂടെ വരുന്നുണ്ട്. ബോർഡറിൽ നമുക്കൊരു ബ്ലാക്കിൽ ബനാറസി വീവിങ് സ്റ്റൈൽ വന്നിട്ടുണ്ട്. ആൻഡ് സെയിം ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ബ്ലൗസ് പീസും വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്തിടണമെങ്കിലും കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SMC 155 എന്ന കോഡിൽ 2979 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ്. ചെക്ക് വെബ്സൈറ്റ് www.ahm.store.